Good morning, students. So we are moving to the next chapter or next module known as network diagram. First, some theory part. That means you must know how to construct a network diagram. The basic definitions, terms, everything have to be included before studying how to construct a network diagram. So that part have been included in this slide. And after all doing all the problems, we can take the remaining portions of the theory. Okay. So this is only first part. Remaining after doing the problems. So before going to the network analysis, let me say one example. Everybody have heard the word project, right? So what is a project meant for? A project means it consists of number of jobs, or it's composed of number of jobs, activities or tasks that are interconnected to each other, or that are related to each other, and all of these should be completed in order to complete the project. അറിയാലോ, അപ്പോൾ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ടാസ്ക് ആയിരിക്കും. ആ ടാസ്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആയിരിക്കും. അതിൽ കുറേ ഉണ്ടാവും ടാസ്ക് ആക്ടിവിറ്റീസ്, അതെല്ലാം കണക്റ്റഡ് ആയിരിക്കും. ആൻഡ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഓർഡറിൽ വേണം കംപ്ലീറ്റ് ചെയ്യണം, അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റില്ല. സീക്വൻസ് എങ്ങനെയാണോ അതുപോലെ നമ്മൾ എടുക്കണം. ഓക്കെ. So an activity of a project can start only at the completion of many other activities. ഒരെണ്ണം തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഏതെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹിയർ കംസ് ദ നെറ്റ്വർക്ക്. എ നെറ്റ്വർക്ക് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഇവൻറ്റ്സ് ഓഫ് എ പ്രോജക്റ്റ്. അപ്പോൾ ഇതുപോലത്തെ പ്രോജക്റ്റിൻ്റെ ആക്ടിവിറ്റീസ് ആൻഡ് ഇവൻറ്റ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ. പിന്നെ network problems may occur in many areas such as production, distribution, transportation, communication. അങ്ങനെ ഏതൊക്കെ ഫീൽഡ് ഉണ്ടോ അവിടെ എല്ലാം ഈ ആക്ച്വലി നെറ്റ്വർക്ക് നമ്മൾ ഈ ഷെഡ്യൂൾ ചെയ്യില്ലേ, എത്ര ദിവസം എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്യും. അപ്പോൾ എല്ലാ ഫീൽഡിലും തന്നെ ദിസ് നെറ്റ്വർക്ക് ടെക്നോളജി ഓർ നെറ്റ്വർക്ക് അനാലിസിസ് ഹാവ് ബീൻ ഇൻക്ലൂഡഡ്. ഓക്കെ. ദെൻ ഒബ്ജക്റ്റീവ്സ്. നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് ഫസ്റ്റ് നമ്മളെല്ലാ ഇതിലും പറയുന്ന പോലെ തന്നെ ടു മിനിമൈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എ പ്രോജക്റ്റ്. സെക്കൻഡ്, ദ ടോട്ടൽ ടൈം ഓഫ് എ പ്രോജക്റ്റ് മിനിമൈസ് ചെയ്യുക. ഇനി തേർഡ് ആൻഡ് ഫോർത്ത് സംവാട്ട് സിമിലർ, തരുന്ന സമയത്ത് കോസ്റ്റ് മിനിമൈസ് ചെയ്യുക, അതേപോലെ തന്ന കോസ്റ്റിൽ ടൈം മിനിമൈസ് ചെയ്യുക. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ദ തേർഡ് ആൻഡ് ഫോർത്ത് പോയിന്റ്. വൺസ് അഗൈൻ, മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് എ പ്രോജക്റ്റ് ഫോർ എ ഗിവൺ ടോട്ടൽ ടൈം and minimization of time of a project for given cost. അങ്ങനെയാണ് തേർഡ് ആൻഡ് ഫോർത്ത്. ആൻഡ് ദ ഫിഫ്ത്ത്, ടോട്ടൽ ഐഡൽ റിസോഴ്സസ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അത് ഐഡൽ മീൻസ് വാട്ട്, ഒരു ഉപകാരമില്ലാത്ത അല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും റിസോഴ്സസ് ഉണ്ടെങ്കിൽ അതിനെ മിനിമൈസ് ചെയ്യുക. ദെൻ പ്രൊഡക്ഷൻ ഡിലേ, ഇൻറ്ററപ്ഷൻസ്, കോൺഫ്ലിക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മിനിമൈസ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ഓൾ ദ മെയിൻ പർപ്പസ് ഓഫ് നെറ്റ്വർക്ക് അനാലിസിസ് യൂസ് ഫോർ പ്ലാനിങ്, ഷെഡ്യൂളിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ പ്രോജക്റ്റ്. എത്ര ദിവസം എന്നുള്ളതൊക്കെ ഇങ്ങനെയൊക്കെ പറയാനൊക്കെയാണ് നമ്മൾ നെറ്റ്വർക്ക് കൂടുതലും യൂസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓർ യൂസസ് ഓഫ് നെറ്റ്വർക്ക് അനാലിസിസ്. യൂസസ് ചോദിച്ചാലും ഇതും ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ സം മോർ പോയിന്റ്സ് ആർ ബീൻ ഇൻക്ലൂഡഡ്. നെക്സ്റ്റ് സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ഇതിനായിട്ട് വി ഡെവലപ്ഡ് ടു ടെക്നിക്സ്. നെറ്റ്വർക്ക് ടെക്നിക്സ് എന്ന് പറയും. അത് നമ്മളിപ്പോൾ പറയാം എങ്ങനെയാണ്. രണ്ട് ടെക്നിക്സ് ഉണ്ട്, CPM, PERT. അതിനെപ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് കമ്മിങ് സ്ലൈഡ്സിലുണ്ട്. ഓക്കെ. So a project means is a collection of well-defined tasks called activities, and when all these activities are carried out, the project is said to be completed. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. but the project finishes in time with lowest cost. കംപ്ലീറ്റ് ചെയ്യാം, ബട്ട് ലോവസ്റ്റ് കോസ്റ്റിലായിരിക്കണമെന്ന് മാത്രം. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു പേജിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. See, I have marked some points in this page. What I said just before, we are using two type of network techniques. E objectives satisfy cheyan vendi we are developed two network techniques known as PERT and CPM, and these two techniques helps the managers to plan, schedule, monitor and control whichever the project, large ആണെങ്കിലും കോംപ്ലെക്സ് ആയാലും അങ്ങനത്തെ പ്രോജക്റ്റിനെല്ലാം ഇതുപോലെ മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ ടെക്നിക്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്ലസ് യൂസസ്, നമ്മൾ അവിടെ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഹിയർ ഓൾസോ. അതുകൂടാതെ എന്തൊക്കെയാണ് അവർ പറയുന്നത്, പ്ലാനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ദിസ് ടെക്നിക്സ് പ്രൊവൈഡ് എ നമ്പർ ഓഫ് ചെക്സ് ആൻഡ് സേഫ് ഗാർഡ്. നന്നായിട്ട് പ്ലാൻ ചെയ്ത പോലെ തന്നെ പോകുന്നുണ്ടോ എന്നുള്ളത് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് സേഫ് ഗാർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം ടൈമിലും ലീസ്റ്റ് കോസ്റ്റിലും ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നെറ്റ്വർക്ക് ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. Then it saves the time and early completion of the project, which in turn result in earlier return of revenue and increase in profit. Correct time like ചെയ്യുവാണെങ്കിൽ
നമുക്ക് സേവ് ചെയ്യാമല്ലോ, ഒത്തിരി കാര്യങ്ങൾ സേവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റൊക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും അഡീഷണൽ യൂസസ് ഓഫ് നെറ്റ്വർക്ക് ടെക്നിക്സ് ആണ് മാനേജ്മെൻറ്റ് ലെവലിൽ. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെ യൂസ് ചെയ്യും, ഞാൻ പറഞ്ഞു ചെയ്യാത്ത ഏരിയാസ് ഒന്നുമില്ല, അത് തന്നെയാണ് അവരും പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ്, മാനുഫാക്ചറിങ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇൻവെൻട്രിയിൽ, മാർക്കറ്റിംഗിൽ, ഇറിഗേഷൻ പ്രോജക്ട്സ്, ഇങ്ങനെ പല ഏരിയാസിലും നെറ്റ്വർക്ക് ടെക്നിക്സ് ആർ വൈഡ്ലി യൂസ്ഡ്. ഓക്കെ, then comes different phases in the application of network technique. ഈ നെറ്റ്വർക്ക് ടെക്നിക്സ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനേജ്മെൻറ്റിലെ രീതിയിലുള്ള ഫങ്ഷൻസ്, മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് അറിയാലോ ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടുള്ളതല്ലേ, പ്ലാനിങ്, കൺട്രോളിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, ഓർഗനൈസിങ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ നെറ്റ്വർക്ക് ടെക്നിക്സ് കൂടുതലും യൂസ് ചെയ്യുന്നത്, അതായത് CPM പാർട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മാനേജറൽ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിങ്, ഷെഡ്യൂളിംഗ് ആൻഡ് കൺട്രോളിംഗ് ആണ്. അപ്പോൾ പ്ലാനിംഗ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഇൻ വിച്ച് ജോബ്സ് ഓർ ആക്ടിവിറ്റീസ് ടു ബി പെർഫോംഡ് ആർ ഫോർമലൈസ്ഡ്. നേരത്തെ കൂട്ടി എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നതാണ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ. ഷെഡ്യൂളിംഗ് മീൻസ് എത്ര ടൈം വേണം, ഓരോ ഓപ്പറേഷൻ ചെയ്യാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എത്ര ടൈം വേണം, ആൻഡ് ഓർഡർ ഇൻ വിച്ച് ഓപ്പറേഷൻ ഹാസ് ടു ബി ക്യാരിഡ് ഔട്ട്, ആ പ്ലാൻ ചെയ്ത പോലെ എത്ര നേരം എടുക്കും, ഏത് ഓർഡറിൽ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് ഷെഡ്യൂളിംഗ്. ആൻഡ് ഫൈനലി ദ കൺട്രോളിംഗ് ഇസ് ജസ്റ്റ് എന്താ പറയുക, ഈ വാട്ട് എവർ വി പ്ലാൻഡ് ആൻഡ് വാട്ട് എവർ വി ഷെഡ്യൂൾഡ് അതിലെന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, ഇസ് ദർ എനി ഡീവിയേഷൻ ബിറ്റ്വീൻ ദ പ്ലാൻ ആൻഡ് ദ ആക്ച്വൽ പെർഫോമൻസ് ആർ റിവ്യൂഡ് ആഫ്റ്റർ ദ പ്രോജക്റ്റ് ഹാസ് സ്റ്റാർട്ടഡ്. പ്രോജക്റ്റ് തുടങ്ങിയ ശേഷം നമ്മൾ പ്ലാൻ ചെയ്തതിൽ നിന്നും വല്ല ഡീവിയേഷൻ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത ഡേറ്റിനേക്കാളും കൂടുതൽ പോയിട്ടുണ്ടോ, ഓർഡറിൽ വ്യത്യാസമുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ഇതിലെ കുറേ ടേംസ് ഞാൻ പറഞ്ഞു, ഇതിൽ ഒരുപാട് ടേംസ് വരുന്നുണ്ട് ദാറ്റ് യു ക്യാൻ എക്സ്പെക്ട് ആസ് 1 മാർക്ക് ഓർ 2 മാർക്ക് ക്വസ്റ്റ്യൻ. ആക്ടിവിറ്റീസ്, ഇവൻറ്റ്സ്, ഇതൊക്കെ കണക്ട് ചെയ്തിട്ടാണ് വി ആർ ഗോയിങ് ടു കൺസ്ട്രക്ട് ദ നെറ്റ്വർക്ക് ഡയഗ്രാം. ഓക്കെ, സോ വാട്ട് ഈസ് ആൻ ആക്ടിവിറ്റി ഓർ വാട്ട് ഈസ് ആൻ ഇവൻറ്റ്, ഇങ്ങനത്തെ ടേംസ് ആണ്. ഫസ്റ്റ് ആൻ ആക്ടിവിറ്റി. ആക്ടിവിറ്റി ഈസ് സിമിലർ ടു എ ടാസ്ക്. ഇറ്റ്സ് എ ടാസ്ക് അസോസിയേറ്റഡ് വിത്ത് എ പ്രോജക്റ്റ്. അത് പ്രോജക്റ്റിൽ വരുന്ന ഏതെങ്കിലും ഒരു ടാസ്ക് ആയിരിക്കും ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിന് ടൈമോ റിസോഴ്സസോ അങ്ങനെയൊക്കെ പലതും ആവശ്യമുണ്ടാവും. ഒരു ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റിസോഴ്സസ് വേണ്ടി വരില്ലേ, പിന്നെ പ്ലസ് അത് ചെയ്യാനുള്ള സമയവും വേണ്ടി വരും. ഓക്കെ, so this activity is denoted by a capital letter or by 2 numbers. അപ്പോൾ 1 to 2 is an activity. 1 to 2, 1 നിന്ന് 2ലേക്ക് എത്തുക, അല്ലെങ്കിൽ source to destination. അപ്പോൾ അതൊരു ആക്ടിവിറ്റി ആണല്ലേ, 1 നിന്ന് 2ലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ 1 to 2 എന്ന് ഒരുമിച്ച് പറയണം. 1 എന്ന് ഒറ്റക്കും പറയരുത്, 2 എന്ന് ഒറ്റക്കും പറയരുത്. 1 to 2 അല്ല, അതർവൈസ് ഒരു ക്യാപിറ്റൽ ലെറ്റർ A is a task, അല്ലെങ്കിൽ A is an activity, B is an activity, അങ്ങനെ നമുക്ക് പറയാം. And this B happens between 1 and 2 or 2 and 3 എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. So they have given one example there. So when activity is denoted by a capital letter or by 2 numbers, ഒരു arrow diagram കാണിച്ചിരിക്കുന്നുണ്ടോ, 2 to 3. So it is represented, activity is always represented by an arrow, and 2 to 3 എന്ന് പറയുന്നതാണ് ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതിൽ important thing that I will explain in the problem also, tail and head ഏതാന്ന് നോക്കും. ഓൾവേസ് ഒരു മിസ്റ്റേക്ക് വരുത്താൻ അല്ലെങ്കിൽ കൺഫ്യൂസിങ് സ്റ്റേജ് ആണ്. ഓൾവേസ് ദ സ്റ്റുഡൻസ് മേ സേ ദ ഫസ്റ്റ് ഇവൻറ്റ് ആസ് ആൻ ഹെഡ് ആൻഡ് ദ സെക്കൻഡ് ആസ് ആൻ ടെയിൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. വെറെവർ യു ക്യാൻ സീ ദ ആരോ മാർക്ക്, ദാറ്റ് ഈസ് യുവർ ഹെഡ് ഇവൻറ്റ്. കണ്ടോ, 2 to 3 എവിടെയാണ് ആരോ എത്തുന്നത്, 3യിലാണ്. സോ 3 ഈസ് ദ ഹെഡ് ഇവൻറ്റ് ആൻഡ് 2 ഈസ് ദ ടെയിൽ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് എന്ന് പറയുന്നതാണ് ടെയിൽ, ഫിനിഷ് എവിടെയാണോ അതാണ് ഹെഡ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ 2ഉം ഒരു നോഡാണ്, 3 ഒരു അനദർ നോഡ് ഓർ ഇവൻറ്റ് അങ്ങനെ നമുക്ക് പറയാം. ഇനി അതിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്. 2 is known as the starting node and 3 is known as the terminal or finishing node. Initial start എന്നും പറയും, terminal or finish എന്നും പറയും, അല്ലെങ്കിൽ origin or destination എന്നും പറയും. Now what is start and terminal activities? സ്റ്റാർട്ട് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ സ്റ്റാർട്ട് ചെയ്യണോ അതിന് മുന്നിൽ ആരും ഉണ്ടാവില്ല, അതിനെയാണ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, ഞാൻ പ്രോബ്ലത്തിൻ്റെ ഇടയിൽ ഞാനത് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ആക്ടിവിറ്റീസ് വിച്ച് ഹാവ് നോ പ്രീ ഡിസിസർ. പ്രീ മീൻസ് മുന്നേ ആരും ഇല്ലെങ്കിൽ, പ്രീ ഡിസിസേഴ്സ് ഇല്ലാത്തതിനെയാണ് സ്റ്റാർട്ടിങ് ഇവൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് ഹാവ് നോ സക്സസസ്, തനിക്ക് ശേഷം ആരും ഇല്ല എന്നുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഫിനിഷിംഗ് ഇവൻറ്റ്, അല്ലെങ്കിൽ വാട്ട് ടു സേ ടെർമിനൽ ആക്ടിവിറ്റീസ് എന്ന് പറയും. സക്സസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ശേഷം ആരുമില്ലെങ്കിൽ അതിനെയാണ് ടെർമിനൽ ആക്ടിവിറ്റീസ്. ഇൻ ബിറ്റ്വീൻ ഉള്ള എല്ലാവർക്കും തന്നെ പ്രീ ഡിസിസറും സക്സസറും ഉണ്ടാവും. ഓൺലി ഫോർ ദ സ്റ്റാർട്ട് ആൻഡ് എൻഡിങ് ഇവൻറ്റ് ഹാവ് നോ പ്രീ ഡിസിസർ ആൻഡ് സക്സസർ. ഒരാളുണ്ടാവും, ഒരാളുണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡമ്മി. ഡമ്മി ആക്ടിവിറ്റി അനുസരിച്ചുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. ഡമ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഫിഗർ 3 to 4 ദേ ഹാവ് ഷോൺ എ ഡോട്ടഡ് മാർക്ക് ലൈൻ. കണ്ടോ,
അതിൽ ആക്ച്വലി ഡമ്മി എപ്പോഴും ഉള്ള പോലെ നമ്മൾ ട്രാൻസ്പോർട്ടേഷനിലൊക്കെ പഠിച്ചില്ലേ, ഡമ്മി റോ ഒരു യൂസും ഇല്ല, വി ആർ പുട്ടിങ് എ സീറോ എൻട്രീസ് ദർ അല്ലേ. ഒരു ഡമ്മി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, ഇറ്റ്സ് നോട്ട് ആക്ച്വൽ. സോ സംടൈംസ് സം ജോബ്സ് ആക്ടിവിറ്റീസ് വിച്ച് ഡു നോട്ട് ടേക്ക് ടൈം ഓർ റിസോഴ്സസ്, പക്ഷെ അവരെ കാണിക്കുകയും ചെയ്യണം. അതിനെയാണ് ഡമ്മി ആക്ടിവിറ്റീസ്. പ്രത്യേകിച്ച് ഒരു സമയമോ ചിലവോ റിസോഴ്സസോ ഒന്നും വേണ്ട, പക്ഷെ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇവൻറ്റ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡമ്മിനെ കാണിച്ചേ മതിയാവുള്ളൂ. ഒരു പ്രീവിയസ് ഇവൻറ്റ് ഹാസ് ടേക്കൻ പ്ലേസ്, അവർക്കൊരു കണ്ടീഷൻ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡമ്മി വേണം. അങ്ങനത്തേന് വേണ്ടിയാണ് നമ്മൾ ഡമ്മി ഒരു പ്രോബ്ലം വൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, so you're using dummy activity for that purpose. Then comes event. ഈ 2 to 3 what we have seen just an example in the activity side, അതിൽ 2 എന്ന് പറയുന്നതാണ് ഒരു ഇവൻറ്റ്, അല്ലെങ്കിൽ 3 എന്ന് പറഞ്ഞതാണ് ഒരു ഇവൻറ്റ്. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പറയാം. സോ the other name for event is node. Event describes the start or completion of a task. ഒരു ജോബ് ടാസ്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിനെ നമുക്ക് ഇവൻ്റ് എന്ന് പറയാം, എൻഡിങ്ങിനും നമുക്ക് പറയാം. സോ ഇറ്റ്സ് എ ജംഗ്ഷൻ ഓഫ് 2 or more ആരോസ് റെപ്രസെൻറ്റിങ് ആക്ടിവിറ്റീസ്. കേട്ടോ, ഇത് എപ്പോഴും സർക്കിൾസിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഒരു നമ്പേഴ്സ് ഉണ്ടാവും അതിൽ. ഇതിലും അതേപോലെ തന്നെ ടെയിൽ ഇവൻറ്റും ഹെഡ് ഇവൻറ്റും ഉണ്ട്. വാട്ട് എവർ വി സെഡ് ഇൻ ആക്ടിവിറ്റി അത് ഇവൻ്റ് ആക്കി മാറ്റിയാൽ മതി. 2 to 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 is a ഹെഡ് ഇവൻറ്റ് ആൻഡ് 2 is the ടെയിൽ ഇവൻറ്റ്. ഓക്കെ, അപ്പോൾ ബിഗിനിങ് ഓഫ് ആൻ ആക്ടിവിറ്റീനെയാണ് എന്തെന്ന് പറയുന്നത് ടെയിൽ എന്നും, എൻഡിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത് ഹെഡ് ഇവൻറ്റ് എന്നും. ദാറ്റ്സ് ഓൾ. So the main terms എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. Now coming to the network diagram. We require these activities and events. അല്ലെങ്കിൽ ഇത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലേ it's possible to construct a network diagram. So here comes what is the definition of network diagram etc. So diagram means what? ഒരു graphical representation അല്ലേ, അങ്ങനെ തന്നെ എഴുതാം. So a graph drawn connecting the various activities and events of a project is a network diagram. So now we came to know about what is an activity and what is an event. So ഈ ആക്ടിവിറ്റീസും ഇവൻറ്റ്സിനെ എല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് വരക്കുന്ന ഒരു ഗ്രാഫിനെയാണ് നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അതിൽ ആക്ടിവിറ്റി ഇവൻറ്റ് എന്ന് പറഞ്ഞല്ലോ, ഇവൻറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ എ സർക്കിൾ ആൻഡ് ആക്ടിവിറ്റി ബൈ ആൻ ആരോ. ഓക്കെ, രണ്ട് ടൈപ്പ് ഡയഗ്രാംസ് ഉണ്ട് നമുക്ക്, ഇവൻറ്റ് ഓറിയൻറ്റഡ് ഡയഗ്രാംസും ഉണ്ട്, ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ഡയഗ്രാംസ് ഉണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ടെക്നിക്സ് ഇല്ലേ, ഏതൊക്കെയായിരുന്നു? CPM ആൻഡ് PERT. അതിൽ ഇവൻ്റ് എന്ന് പറയുന്നത് PERT. സി ദ സെക്കൻഡ് ലെറ്റർ ഇ ഈസ് ദർ, അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. ഇവൻറ്റ് ഓറിയൻറ്റഡ് ഡയഗ്രാംസ് ആർ നോൺ ആസ് PERT ഡയഗ്രാംസ് ആൻഡ് അത് എന്തായിരിക്കും? ആക്ടിവിറ്റി ഓറിയൻറ്റഡ് എന്തായിരിക്കും? CPM ഡയഗ്രാംസ് ആയിരിക്കും. ഓക്കെ, നൗ വെരി ഇമ്പോർട്ടൻറ്റ്, എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഇയറിൽ ഈ റൂൾസ് ഫോർ കൺസ്ട്രക്റ്റിംഗ് നെറ്റ്വർക്ക് ഡയഗ്രാം ഹാവ് ബീൻ ആസ്ഡ് ഫോർ 15 മാർക്ക്. 15 മാർക്കിന് ഈ കാണിച്ചിരിക്കുന്ന 4 പോയിൻറ്റ്സ് അവർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു 15 മാർക്സിന്. സോ വാട്ട് യു ഹാവ് ടു ഡു ദർ ഇസ് വാട്ട് എവർ യു സ്റ്റഡീഡ് ഇയർ നെറ്റ്വർക്ക് ഡയഗ്രാം, പിന്നെ യൂസസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ടേംസ്, പുതിയ പുതിയ ടേംസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. പ്ലസ് ഈ ABCD ഇഫ് ഇറ്റ് പോസിബിൾ ഓരോന്ന് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ യു ക്യാൻ സ്കോർ ദാറ്റ് മച്ച് ഓഫ് മാർക്ക്. ഓക്കെ, സോ വാട്ട് ഈസ് യുവർ ഫസ്റ്റ് റൂൾ ഇസ് ഈച്ച് ആക്ടിവിറ്റി ഈസ് റിപ്രസെൻറ്റഡ് ബൈ വൺ ആൻഡ് ഓൺലി വൺ ആരോ ഇൻ ദ നെറ്റ്വർക്ക്. ഞാൻ ആ പ്രോബ്ലത്തിൽ അത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഓരോ ആക്ടിവിറ്റി ഇപ്പോൾ 1 to 2 എന്നുള്ളത് ഒരു ആരോ വെച്ചേ കാണിക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ കാണിക്കാൻ പാടില്ല. സെക്കൻഡ് റൂൾ ഇസ് നോ 2 ആക്ടിവിറ്റീസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ദ സെയിം ഹെഡ് ആൻഡ് ടെയിൽ ആക്ടിവിറ്റീസ്. ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ടെന്ന് ഓർത്തോ, സപ്പോസ് അത് 2 to 3 ആണ്. അപ്പോൾ ഹെഡ് എന്താ 3യും ടെയിൽ എന്താ 2ഉം ആണ്. വേറൊരു ആക്ടിവിറ്റി ഇപ്പോൾ ഡി എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റിയും സെയിം ഹെഡ് 2 to 3 വരാൻ പാടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 2 to 3യും 2 to 4ഉം വരാം, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. കാരണം ടെയിൽ സെയിം ആയെന്നേ ഉള്ളൂ, ഹെഡ് ഇസ് ഡിഫറെൻറ്റ്. ക്ലിയർ ആയോ? അപ്പോൾ ഒരേ സെയിം ഹെഡ് ആൻഡ് ടെയിൽ, ആൻഡ് ഇസ് യൂസ്ഡ് ഓർ ബോത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹെഡും ടെയിലും ഒരേപോലെ ആവരുത്, ഏതിനെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവണം. അതാണ് സെക്കൻഡ് റൂൾ. Okay, then third rule is except for the nodes at the beginning and at the end, every node must have at least one activity preceding in it and at least one following it. ഞാൻ പറഞ്ഞല്ലോ why we call the first node as an initial node and the last node as an ending node എന്നുള്ളത് പറഞ്ഞല്ലോ. അതിന് ഫസ്റ്റ് നോഡിന് പ്രീഡിസിസറും ഉണ്ടാവില്ല, ലാസ്റ്റ് നോഡിന് സക്സസറും ഉണ്ടാവില്ല. പക്ഷേ ഇടയിലുള്ള എല്ലാവർക്കും ഒരെണ്ണെങ്കിലും മിനിമം ഒരെണ്ണമെങ്കിലും പ്രീഡിസിസറായിട്ടോ സക്സസറായിട്ടോ ഉണ്ടായിരിക്കും, ഒന്നിൽ കൂടുതലും ആവാം, നോ ഇഷ്യൂസ്. ഓക്കെ, then the last rule is only one activity may connect any 2 nodes. ഒറ്റ ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ ഒരു 2 നോഡ്സിനെ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 to 3 എന്ന് പറഞ്ഞിട്ട് അവിടെ എയും ബിയും ഒരുമിച്ച് എഴുതരുത്, ഒരു ആക്ടിവിറ്റിയുടെ പേര് മാത്രമേ 2 നോഡ്സിനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ.
Okay, so these are the 4 rules. If you want, you can show one example for each rule. ഓരോ പടം വരച്ചിട്ട് അങ്ങനെ കാണിക്കാം. And the next is a problem that you have explained in the next slide. ഞാൻ പറഞ്ഞ പ്രോബ്ലം ഈ ഇന്ന് ഇടുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിലുണ്ട് കേട്ടോ. അപ്പോൾ അത് പഠിക്കുക. ഇത്രേ തിയറി പാർട്ട് ടേംസ് ഒക്കെ ഉള്ളൂ. പിന്നെ കുറച്ചും കൂടി തിയറീസ് ഉണ്ട്, അത് പ്രോബ്ലംസ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.